സ്വന്തം മകളുടെ വിവാഹം നടത്താൻ അതേ മകളുടെ ഉമ്മയിൽ നിന്ന് കടം വാങ്ങേണ്ടി വന്ന ഉപ്പയുടെ ദയനീയ കഥ. അന്ന് മക്കളുടെ വിവാഹത്തിന് 11 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. പിന്നെ ആ 11 ലക്ഷം രൂപ എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാനതിന്റെ പെണ്ണുങ്ങളിരുന്ന് കടം വാങ്ങിയതാണ്. BV ബാങ്കിൽ നിന്ന് വാങ്ങിയ ഈ കടത്തിന് ഈട് നൽകിയത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു. എല്ലാ മാസവും എന്റെ 50,000 രൂപയിൽ നിന്ന് 25,000 രൂപ അവളുടെ അക്കൗണ്ടിലേക്കാണ് അവിടുന്ന് തന്നെ പോണത്, ട്രഷറിയിൽ നിന്ന് തന്നെ. ആ പണത്തിന് പോലും അറിയാം ഇത് തിരിച്ചടവിനുള്ള കാശാണെന്ന്. അതുകൊണ്ട് അത് സ്വയം ഇറങ്ങി മറ്റേ അക്കൗണ്ടിൽ ചെന്ന് കയറും. അത്രയും സുതാര്യതയും സത്യസന്ധതയും പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ നിന്നൊരു ചായ കുടിച്ചാൽ പോലും അതിന്റെ പൈസ കൃത്യമായി ഭാര്യയ്ക്ക് കൊടുക്കുന്ന ആളാണ് ജലീൽ എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഈ ഖുർആൻ പിടിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നു, എന്റെ MLA-യുടെ സാലറിയും അലവൻസും അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്നും എനിക്ക് 5 പൈസ വരുമാനമായി കിട്ടുന്നില്ല. ഖുർആനെ ഇങ്ങനത്തെ വർത്തമാനത്തിലേക്കൊക്കെ വലിച്ചിഴക്കണോ? ഇനി നിങ്ങൾക്ക് ചോദിക്കാം, ഈ 25,000 രൂപ കൂടാതെ വീട്ടു ചെലവിന് സാഹിബ് കാശ് വല്ലതും കൊടുക്കാറുണ്ടോ? അതോ പണ്ട് വീട്ടു ചെലവിന് കൊടുത്തിരുന്ന പൈസയുടെ പുതിയ പേരാണോ തിരിച്ചടവ്? എന്നാ ശരി, ഓക്കെ. ജലീലിന് കടം നൽകാനുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നല്ല മനസ്സിനും അത് കൃത്യമായി തിരിച്ചടയ്ക്കാനുള്ള ജലീലിന്റെ ഉത്തരവാദിത്ത ബോധത്തിനും നമസ്കാരം.